നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗിക ആരോപണത്തിലൂടെ യുവനേതാക്കന്മാരെയൊക്കെ ഒതുക്കി തീർക്കാം എന്നുള്ള ലക്ഷ്യത്തിൽ അഘോരാത്രം പ്രവർത്തിക്കുന്ന ചില നേതാക്കന്മാരെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിൽ എംപിക്കെതിരെയും ഒക്കെ ഉണ്ടാകുന്ന ലൈംഗിക ആരോപണത്തിലൂടെ തോന്നുന്നതെന്ന് ജനങ്ങളൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് പ്രധാനമായിട്ട് ഈ വിഷയത്തിൽ ഒരു നിയമ നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ നീതിയുടെ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ തെളിയിക്കുക എന്ന് പറയുന്നത് മടിയാണ് എന്ന് പറയുന്നതാണ്. അതായത് വാഗൊണ്ട് പറയുന്നതല്ലാതെ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ഇത് മുതലെടുത്തുകൊണ്ട് CPM പ്രവർത്തകരും സഖാക്കന്മാരുമൊക്കെ രംഗത്തെത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തനിക്ക് യാതൊരു പാർട്ടി സായുവുമില്ല എന്ന് പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിൽ പ്രധാനിയായിട്ടുള്ള ഒരു നടി CPMന്റെ പ്രധാനപ്പെട്ട പരിപാടിയിലെത്തിയിരുന്നു. ഇതിന് ശേഷം അവർക്കെതിരെ വീണ്ടും സൈബർ ആക്രമണങ്ങൾ ശക്തമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴിതാ ഈ സൈബർ ആക്രമണങ്ങൾ മറികടക്കാൻ വേണ്ടി പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യുവതി. CPIM പറവൂർ ഏരിയ കമ്മിറ്റി നടത്തിയിട്ടുള്ള പെൺ പ്രതിരോധ സംഗമത്തിൽ പങ്കെടുത്തതിലുള്ള വിശദീകരണവുമായിട്ടാണ് നടി രംഗത്തെത്തുന്നത്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമായല്ല പരിപാടിയിൽ പങ്കെടുത്തതെന്നും ക്ഷണിച്ചത് കൊണ്ട് ചെന്നു എന്ന് മാത്രമാണ് ഉണ്ടായത് എന്നുമാണ് ഇവർ പറയുന്നത്. സ്ത്രീപക്ഷ നിലപാടാണ് തന്റേത്. സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുങ്ങിയപ്പോൾ അവിടെ പോയി സംസാരിച്ചു. അത് രാഷ്ട്രീയമായിരുന്നില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമില്ല എന്ന് യുവതി വ്യക്തമാക്കുന്നു. ഷൈനിന് ഐക്യദാർഢ്യം ആയിരുന്നില്ലെന്നും ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുമെന്നും റിനി ആൻഡ് ജോർജ് വ്യക്തമാക്കുന്നു. പെൺ പ്രതിരോധം എന്ന പരിപാടി സെപ്റ്റംബർ 22-ാം തീയതിയാണ് ആദ്യം തീരുമാനിക്കുന്നത്. പക്ഷേ ഉദ്ഘാടകയ്ക്ക് പങ്കെടുക്കാൻ അസൗകര്യമുണ്ട് എന്നതുകൊണ്ട് തന്നെയായിരുന്നു ആ അസൗകര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവരെ ആ പരിപാടിയുടെ തീയതി അടക്കം മാറ്റിയതെന്നത് ഏറെ ശ്രദ്ധേയമാണ്. വിവിധ തുറകളിലുള്ള ആളുകളെ അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത്തരമൊരു പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് പങ്കെടുത്തത് എന്നാണ് യുവതി ഇപ്പോൾ പ്രതികരിക്കുന്നത്. താൻ നേരിടുന്ന സൈബർ ആക്രമണത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുക എന്നും അവർ സൂചിപ്പിച്ചു. തനിക്കെതിരെ ആക്രമണം തുടരുകയാണെങ്കിൽ പല കാര്യങ്ങളും താൻ തുറന്നു പറയേണ്ടി വരും എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ രീതിയിൽ തന്നെ പ്രൊവോക്ക് ചെയ്യുകയാണ് എങ്കിൽ ഇതുപോലുള്ള ആളുകളെ വെള്ളപൂശി കൊണ്ടുവരാനാണ് തീരുമാനമെങ്കിൽ പലതും തുറന്നു പറയേണ്ടി വരും എന്നുള്ളൊരു ഭീഷണി സ്വരമായിരുന്നു ഉണ്ടായത്. എന്തായാലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ, അതായത് യുവതി തുറന്നു പറച്ചിൽ നടത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും എന്നുള്ള ഒരു അവകാശവാദം കൂടെ നടത്തുന്നുണ്ട്. എന്തായാലും ആ പ്രസ്ഥാനത്തിന്റെ പല ആളുകളുടെയും സ്നേഹിക്കുന്ന രീതി ഇതൊക്കെ പലതും തുറന്നു പറയേണ്ടി വരും എന്നാണ് ഇവർ സൂചിപ്പിച്ചു വെക്കുന്നത്. KJ ഷൈൻ പ്രസ്ഥാനത്തിലേക്ക് നടത്തിയിട്ടുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ടും ഈ യുവതി പ്രതികരിച്ചിട്ടുണ്ട്. സ്വാഗതം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം KJ ഷൈന് ഉണ്ടായിരുന്നു. അതിൽ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്റേത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവുമില്ല എന്നാണ് യുവതി പ്രതികരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും എതിരെ പെൺ പ്രതിരോധം എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം CPIM പറവൂർ ഏരിയ കമ്മിറ്റി പരിപാടി സംഘടിപ്പിക്കുന്നത്. റിനയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടി ഉണ്ടായതടക്കം വലിയ വിവാദ വിഷയമായി നിൽക്കുമ്പോഴായിരുന്നു ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടി വീണ്ടും രംഗത്തെത്തുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പരാതിക്കാരികൾ പലരും പിറകോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രീയപരമായി നേരിടാൻ വേണ്ടി ലൈംഗികത കൂട്ടുപിടിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലുള്ള ചർച്ചകൾ സജീവമാകുന്നത്. ഇതിനിടയിലാണ് CPM സഖാക്കന്മാർ ഇത്തരത്തിലുള്ള പല പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ആളെ കൂട്ടാനുള്ള ശ്രമങ്ങളും നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ വിഷയങ്ങൾ, ഈ യുവതിയുടെ പ്രതികരണങ്ങൾ, ഇത്തരം പരിപാടികൾ അതൊക്കെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് രാഹുൽ ഈശ്വരാണ് എന്നാണ് തോന്നുന്നത്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിരന്തരമായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പരിപാടിയിൽ ഈ യുവതി നടി എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങളും അവർ വെളിപ്പെടുത്തിയിരുന്നു. രാഹുൽ ഈശ്വർ പറയുന്നത് പ്രകാരം
അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ആ പരിപാടിക്ക് CPM സംഘടിപ്പിച്ച ആ പരിപാടിയിലെത്തിയ യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പ്രത്യക്ഷമായിട്ട് അല്ല എങ്കിൽ പരോക്ഷമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ളതാണ്. ആ പരിപാടിയിൽ അവർ പ്രധാനമായിട്ടും പറയുന്നത് തനിക്കെതിരെ വലിയ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് 1-2 മെസ്സേജസ് വന്നു എന്നത് മാത്രമായിരുന്നു ബുദ്ധിമുട്ട്. പക്ഷേ അതിനേക്കാൾ വലിയ ഗുരുതരമായ വിഷയങ്ങൾ മറ്റ് പെൺകുട്ടികൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതെന്ന് യുവതി പറയുകയുണ്ടായി. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ യുവതിക്ക് മറ്റ് പെൺകുട്ടികൾക്ക് മറ്റ് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നത് അറിയാൻ പറ്റിയത്? ആരാണ് ആ വിവരം കൊടുത്തത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അതേപോലെ തന്നെ ഈ പറയുന്ന നടിയെ നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു വേദിയിലേക്ക് CPM പ്രവർത്തകർ അവരെ സ്വീകരണം നടത്തിയത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ പറയുന്നത്, അതായത് ഒരാളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഇത്തരത്തിൽ സജീവമായി രംഗത്ത് നിൽക്കുന്ന ഒരാൾ തെറ്റുകാരാണ് എന്ന് പറയുന്ന പാർട്ടി അതേ തെറ്റ് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ ശരിയാക്കി മാറ്റി എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. അതായത് എങ്ങനെയാണ് ഈ പറയുന്ന നടി യുവതി ഈ CPMകാർക്ക് പ്രിയപ്പെട്ടവളായി മാറിയത് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് എവിടെ പ്രതികരിക്കണം, ഏത് പാർട്ടി സ്വീകരിക്കണം, ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ്. അതിനൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമല്ല. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ഒരു പുരുഷനെതിരെ അതിഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണമൊക്കെ ഉന്നയിച്ചതിന് ശേഷം അല്ലെങ്കിൽ അത് ഉന്നയിക്കുന്നവരെ പൂർണ്ണമായി പിന്തുണച്ചതിന് ശേഷം അവരുടെ മുഖം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ പേരിനുമേൽ ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായം വീണു കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് തനിക്ക് വ്യക്തമായിട്ടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിയുന്ന രീതി അത് ഒരാളുടെ ജീവിതത്തിൽ തന്നെ തകർക്കുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തന ആകുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ പോലും അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യുവനടിക്കെതിരെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാനും തുടങ്ങിയിരിക്കുന്നത്. കാരണം ഒരു കാര്യവുമില്ലാതെ മറ്റൊരു വ്യക്തിയുടെ ജീവിതവും രാഷ്ട്രീയ ഭാവിയും ഒക്കെ തുലച്ചു കളയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ ഇതിൽ പ്രതികരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ CPM പരിപാടിയിൽ പങ്കെടുത്ത യുവതി താൻ പാർട്ടി അനുഭാവിയായതുകൊണ്ടല്ല, മറിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കാൻ ഇവിടെ എത്തിയത് എന്നുള്ള തരത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ആ പ്രതികരണത്തിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന യുവതി പറയുന്ന ഒരു കാര്യമുണ്ട്. തന്നെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ പുറത്ത് പറഞ്ഞതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ പലതും പുറത്ത് വിടും എന്നുള്ളതാണ്. അതായത് ഇന്നും തൻ്റെ കയ്യിൽ ഒരു ബോംബ് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ട് എന്ന തരത്തിൽ ഒരു ആത്മവിശ്വാസം കാണിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് അത് പുറത്തുവിടാൻ ഇത്ര മടി എന്നതും പൊതുജനങ്ങൾ ചോദിക്കുന്നുണ്ട്.